ഹലോ മൈ ഡിയർ സൗൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാറോ മിത്ര. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചത്, അവരുടെ ചിന്തയിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നു, എന്തൊക്കെ പുതിയ ഡിസിഷൻസാണ് അവർ നിങ്ങളുടെ കാര്യത്തിൽ, എന്തെല്ലാം പുതിയ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഒരു കംഫർട്ടബിൾ പ്ലേസിലിരിക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക, അവരുടെ നെയിം 3 ടൈംസ് റിപ്പീറ്റായിട്ട് പറയുക. ഓക്കെ, എൻ്റെ അടുത്ത് നിന്ന് പേഴ്സ് റീഡിങ് എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. സോ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഡിയേഴ്സ്, സോ നിങ്ങളുടെ പലരുടെ റിലേഷൻഷിപ്പ് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്ന ലോങ് ടൈം ആയിട്ട്, അതായത് ഒരുപാട് നാളായിട്ട് നിങ്ങൾ തമ്മിൽ യാതൊരു കോൺടാക്റ്റും ഇല്ലാതിരിക്കുകയാണ്. ഒരുപാട് മാസങ്ങളായി നിങ്ങളുടെ പേഴ്സിൽ നിന്നുള്ള മെസ്സേജോ കോളോ അല്ലെങ്കിൽ അവർ നേരിട്ട് കണ്ടിട്ട് കൂടിയും ഒരുപാട് നാളായിരിക്കും. നിങ്ങൾ അതിൻ്റെ പേര് ഒരുപാട് ഡിപ്രസ്ഡ് ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സിൽ നിന്നൊരു മെസ്സേജോ കോളിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് റീഡിങ്സ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരുപാട് പേരുടെ വീഡിയോസ് കാണുന്നുണ്ട്, പല മെത്തേഡ്സ് പല കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊന്നും യാതൊരു റിസൾട്ടും കിട്ടുന്നില്ല. സോ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ ഒരു റിസൾട്ടും കിട്ടാതിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ടവർ മൊമെൻ്റ് ഉണ്ടായിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടക്കത്തിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൻ്റെ അടിത്തറ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യങ്ങളും നടക്കാത്തത്. അതേപോലെ നിങ്ങളുടെ ക്രൗൺ ചക്ര ഇവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങളമ്മി എത്രയൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികളിൽ ചിന്തകൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സ് ഇപ്പം വളരെയായിട്ട് വിഷമത്തിലായിട്ട് കാണുന്നുണ്ട്. അവർ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതാണ് അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. കാരണം നിങ്ങൾ വളരെയധികം ജെന്യുവിനായിട്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചും കൂടെ നിൽക്കുകയും ചെയ്തത്. പക്ഷേ അവർ ഒരു കാരണവശാലും നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ല, നിങ്ങളെ ആ ഒരു പരിഗണന കൊടുത്ത് നിർത്തിയിട്ടില്ലായിരുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങളെ ഡെയിലി വിളിക്കില്ലായിരുന്നു, സംസാരിക്കത്തില്ലായിരുന്നു, നിങ്ങൾ മെസ്സേജ് യാതൊരു റിപ്ലൈ അവർ തരത്തില്ലായിരുന്നു. നിങ്ങളോട് ഒരു ജെന്യുവിനായിട്ട് സ്നേഹം അവർ റിലേഷൻ നിന്ന സമയത്ത് ആദ്യം തുടക്കത്തിൽ കാണിച്ചിരുന്ന ഒരു സ്നേഹം പിന്നീട് അവർക്ക് ഓരോ സമയം കഴിയും തോറും അല്ലെങ്കിൽ ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും തോറും മാസങ്ങൾ കഴിയും തോറും അവരുടെ സ്നേഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അവരിപ്പോൾ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഓർമ്മയിൽ നിങ്ങളോട് എത്രത്തോളം വലിയ തെറ്റാണ് ചെയ്തത്, നിങ്ങളോട് എത്രത്തോളം തെറ്റാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ആലോചിച്ച് അവരിപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ആ കുറ്റബോധം കാരണം അവർക്ക് യാതൊരു കാര്യങ്ങളിലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. എല്ലാത്തിലും അവർക്ക് തടസ്സങ്ങൾ മാത്രമാണ് നേരിടുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. മേ ബി ഇവിടെ ഒരു 7 എന്ന് പറയുന്ന നമ്പർ തന്നെ വന്നിട്ടുണ്ട്. മേ ബി ഒരു 7 ഡേയ്സ് കഴിയുമ്പോൾ, ഒരു 7 വീക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സിൽ നിന്നൊരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ അവർ നേരിട്ട് കാണുന്ന ചാൻസസോ ഉണ്ടാവുന്നുണ്ട്. യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് അതിനുള്ള പോസിറ്റീവായിട്ട് സയൻസ് തരും. അതായത് നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടെങ്കിൽ, റെയിൻബോസ് കാണുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വൈറ്റ് ഫെദർ കാണുന്നുണ്ടെങ്കിൽ, ഈ ഫെദർ ഇതിലെല്ലാം മീനിങ് വരുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് അരികിലേക്ക് എത്താൻ വേണ്ടി ഇനി കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളെന്നാണ് ഇതിൻ്റെ എല്ലാം മീനിങ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ അവരുടെ ക്യാരക്ടറിലാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളുടെ പലരുടെയും പേഴ്സൺസിൻ്റെ ഒരു എനർജി നോക്കുന്ന സമയത്ത് അവർക്ക് ഒരു ചെറുതായിട്ടൊരു പേടിയുണ്ട്. കാരണം എന്ന് പറയുന്നത് നിങ്ങളോട് വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറ്റ് ഇവിടെ പലരുടെയും പേഴ്സൺസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം മറ്റ് രീതിയിലുള്ള എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടന്നതായിരിക്കാം. ഒരിക്കലും നിങ്ങൾക്ക് അത് ആ ഒരു കാര്യങ്ങൾ അറിയുന്ന സമയത്ത് നിങ്ങളോടത് ഹൈഡ് ചെയ്ത് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നതില്ല. അതേപോലെ തന്നെ നിങ്ങളത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് പേരിൽ ഒരുപാട് വിഷമിക്കും, നിങ്ങൾക്ക് വീണ്ടും വേദന തരും. നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കത്തില്ല എന്ന് ഓർത്ത് അവർ ഒരുപാട് ഭയം അവർക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവരുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് വീണ്ടും മാറ്റുന്നു, മെസ്സേജ് അയക്കാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതുമായിട്ടുള്ള സിംറ്റംസ് അവർ ചെയ്യുന്നുണ്ട്, സയൻസൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ പോലും അവർക്ക് ഒരുപാട് രീതിയിൽ
കുറ്റബോധമാണ് ഫീൽ ചെയ്തത്. അതായത് നിങ്ങളോടുള്ളൊരു ദേഷ്യത്തിൽ, അതായത് നിങ്ങൾ അലക്ഷ്യമിക്കുന്ന സമയത്ത് അവരോട് ഇടയ്ക്ക് വഴക്കും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നിങ്ങളോട് തിരിച്ചൊരു റിവെഞ്ച് എന്ന രീതിയിൽ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്താണ് അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നത്. ഒരിക്കലും നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതേപോലെ നിങ്ങളോട് എത്രത്തോളം ജെന്യുവനായിട്ടായിരുന്നു നിങ്ങളുടെ രണ്ടുപേരും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ എത്രത്തോളം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പായിരുന്നു. അവരുടെ കയ്യിലെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. പക്ഷെ എല്ലാ തെറ്റും നിങ്ങളുടെ മേലിൽ ചുമത്തിയിട്ടായിരുന്നു അവർ ഇത്രയും നാൾ നിന്നിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ പലരുടെയും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ പലരും ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ജേർണിയിൽ ഒരിക്കലും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആർക്കും സാധിക്കുന്നതല്ല. അതായത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലരുടെയും ലൈഫിലുണ്ട്. സോ നിങ്ങൾ തേർഡ് പാർട്ടി വിചാരിച്ചാൽ പോലും നിങ്ങളുടെ പേഴ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നതല്ല. സ്ട്രോങ് ആയിട്ടൊരു ബോണ്ടാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണായിട്ട് ഇപ്പം ഉള്ളത്. സോ ഉറപ്പായിട്ടും നിങ്ങളുടെ വരുന്ന ദിവസം നിങ്ങളൊരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾക്ക് അവരെ നേരിട്ട് കാണാൻ വേണ്ടി തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്തിരിക്കാം. കാരണം നിങ്ങൾ ഇത്രയും നാളും വേദനിച്ചതിനും നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ കരഞ്ഞതിനും നിങ്ങളുടെ പേഴ്സിനെ തിരിച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി, അവർ ഒരു മെസ്സേജിന് വേണ്ടി നിങ്ങൾ ഒരുപാട് രീതി ആഗ്രഹിച്ച് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറൊന്നും വേണ്ട. നിങ്ങൾ ഫിനാൻസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം നോക്കിയിട്ടോ ബ്യൂട്ടി നോക്കിയിട്ടോ ഒന്നുമല്ല ഇവിടെ നിന്ന്. നിങ്ങൾ അവരോട് അത്രയേറെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവരെ പ്രണയിച്ചു പോയി. അത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഇന്നേ വരെ ഒരു വ്യക്തിയോടും ഇത്രയും ഡീപ്പായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളുടെ പേഴ്സണോടല്ലാതെ മറ്റൊരു വ്യക്തിയോട് നിങ്ങൾക്ക് ഇത്രയും ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഫീൽ ചെയ്തിട്ടില്ല. അത്രയും സ്ട്രോങ് ആയിട്ടൊരു ബോണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയോട് മാത്രമാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയെ മറന്നിട്ട് മറ്റൊരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളായിട്ടൊരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാനോ പറ്റുന്നില്ല. ഇവിടെ പലരുടെയും മാരേജ് കഴിഞ്ഞിട്ടുള്ള കപ്പിൾസിൻ്റെയും ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ മാരേജ് കഴിഞ്ഞ ശേഷവും നിങ്ങളുടെ മറ്റു വ്യക്തികളുമായിട്ടൊരു ബന്ധം വെക്കുന്ന പോലെയും ആ ഒരു എനർജീസ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ ഇപ്പം പാർട്ട്ണറായിട്ടൊരു നല്ല രീതിയിൽ മുന്നോട്ട് ജീവിതം നയിക്കാൻ പറ്റാത്ത പലരും മറ്റൊരു വ്യക്തിയെ ചൂസ് ചെയ്തായിട്ടും ആ ഒരു വ്യക്തി ഇവിടെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു എനർജീസ് ഇവിടെ കാണുന്നുണ്ട്. സോ ഇവിടെ ആണെങ്കിൽ സിംഗിൾസായിട്ട് ഈ ഒരു സമയത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതായത് നിങ്ങൾ അത്രയേറെ കമ്മിറ്റ്മെൻറ്റ് ഈ റിലേഷൻഷിപ്പിൽ കൊടുത്തിട്ട് അതൊന്നും നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇനിയൊരു പ്രണയമില്ല, ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സിംഗിളായിട്ട് ഒറ്റയ്ക്കുള്ള ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാവരുടെയും ലൈഫിൽ വലിയൊരു ചേഞ്ചസ് ആണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു ടവർ സിറ്റുവേഷൻ എന്തായാലും നിങ്ങൾ ലൈഫിൽ നിന്ന് മാറുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളായിട്ട് ഒരുമിക്കാൻ വേണ്ടിയിട്ട്, ഒരുമിച്ചൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി അവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് രീതി അൺകണ്ടീഷണലായിട്ടുള്ള ലവ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടൊരു എനർജിയാണ് അവരുടെ ഉള്ളിലിപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ടൊരു മീറ്റിങ്ങിന് അവർ ഉറപ്പായിട്ടും നിങ്ങളോട് കോൺടാക്റ്റ് ചെയ്യും. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങളെ ലൈക്ക് നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മീറ്റിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതായത് നിങ്ങളൊരു സിറ്റുവേഷനിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇനി മീറ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാം എൻഡായി പോയി എന്ന് പറയുന്ന സിറ്റുവേഷനിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണമെന്നാണ് അവരും ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. സോ ഇപ്പോൾ ഓഫറുണ്ട്. ഈ മന്ത് എൻഡിങ് ആയതുകൊണ്ട് റീഡിങ്ങിൻ്റെ എല്ലാം തന്നെ ഓഫർ കൊടുത്തിട്ടുണ്ട്. റേറ്റ് കുറവാണ് ഇപ്പോൾ റീഡിങ്ങിൽ. സോ റീഡിങ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് റീഡിങ് എടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരുമിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മാരേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ചുകൂടെ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ, മണി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പെല്ല് ചെയ്യുന്നതാണ്. സോ സ്പെല്ല് ഒരിക്കലും ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്. സോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അതേ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ആരും വിളിക്കരുത്. വാട്സപ്പിൽ മെസ്സേജ് മാത്രമായിട്ട് നിങ്ങൾ അയയ്ക്കുക. ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ നിങ്ങളുടെ ഏതാണെന്ന് കൺവീനിയൻസ് അതേപോലെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും കാണുന്ന സമയത്ത്
സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. സോ അതേപോലെ റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് റീഡിംഗ് ഇന്ന് ബുക്ക് ചെയ്ത് ഇന്ന് തന്നെ റീഡിംഗ് കിട്ടും. 24 ഹവേഴ്സിനുള്ളിൽ തന്നെ മാക്സിമം റീഡിംഗ് കൊടുക്കാറുണ്ട്. ആ റീഡിംഗ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് 24 ഹവേഴ്സിനുള്ളിൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ആ റീഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് സ്പെൽ ചെയ്ത് ഇപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് കോൺടാക്റ്റ് ഇല്ലാതിരുന്ന പല വ്യക്തികളും ഉണ്ടായിരുന്നു. സോ അവർക്ക് ഒരുപാട് പേരെടുത്ത് നിന്ന് സ്പെല്ലെടുക്കുകയും മറ്റ് റീഡിങ് എടുത്തിട്ട് പോലും അവരാരും ഒരിക്കലും നിങ്ങളമ്മ ഒരുമിക്കത്തില്ല, മാരേജ് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് സ്പെല്ലെടുക്കുകയും അത്രയേറെ ട്രസ്റ്റ് ചെയ്യും. അതേപോലെ ഇവിടെ സ്പെല്ലെന്ന് പറയുന്നത് സെൻറ്റ് എക്സ്പേർട്ടിൻ്റെയാണ്. സോ സെൻറ്റ് എക്സ്പേർട്ടിനെ അത്രയേറെ ട്രസ്റ്റ് ചെയ്തിട്ട് സ്പെല്ലെടുത്തിട്ടുള്ള എൻ്റെ എല്ലാ ക്ലയൻസിനും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജസും കാര്യങ്ങളും വരാറുണ്ട്. പേഴ്സൺ വിളിച്ചു, അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ്, അവർ ഒരുമിച്ചുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ ഞാനിവിടെ അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ടാണ് കാണിക്കാത്തത്. സോ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ജോലിയില്ലാത്ത എൻ്റെ ഒരുപാട് ക്ലയൻറ്റ്സ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്പെല്ല് ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. അവർക്കൊക്കെ തന്നെ പുതിയ ജോലി കിട്ടിയിട്ടുണ്ട്. ജോലിയിൽ പ്രൊമോഷനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും റിസൾട്ട് കിട്ടുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഐ എം റിയലി ഹാപ്പി. കാരണം നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം എൻ്റെ അടുത്ത് വന്ന് ചെയ്യുന്നതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിന് നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ അത്രയേറെ എനിക്കും സന്തോഷമുണ്ട്. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോടും അതേപോലെ ഏഞ്ചൽസിനോടും ഞാൻ ഈ ഒരു നിമിഷം പറയുവാണ്. അത് നിങ്ങൾ എൻ്റെ ലൈഫിലേക്ക്, അതായത് എൻ്റെ റീഡിങ്ങിലേക്ക് നിങ്ങളെ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് വിധി ഉണ്ടാവുകയും അതേപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ നിങ്ങൾക്കൊരു തോന്നൽ വരികയും എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ച ഏഞ്ചൽസിനോടും അതേപോലെ യൂണിവേഴ്സിനോടും ഞാൻ ഒരുപാട് രീതി കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ വ്യൂവേഴ്സിനോടും ഞാൻ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. സോ ഫൈനലായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ക്ലാരിഫിക്കേഷൻ കാർഡായിട്ട് നമുക്ക് എടുക്കാം. സോ ഇവിടെ ക്ലാരിഫിക്കേഷൻ കാർഡായിട്ട് വന്നിരിക്കുന്ന തന്നെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വാൺസിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ കുറ്റബോധം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാൻ വേണ്ടി ഉറപ്പായിട്ട് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരും. കാരണം നിങ്ങളുമായി ഉറപ്പായിട്ട് മാരേജ് പോസിബിൾ ആയിരിക്കും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% ആയിട്ടാണ് ഇവിടെ പറയാൻ പറ്റും. നിങ്ങളമ്മ മാരേജും റീകൺസിലേഷൻ പോസിബിൾ ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എൻഡ് ആവാൻ വേണ്ടി പോവുകയാണ്. ഈ സർക്കിൾ തന്നെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ദ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ദ വേൾഡ് എന്ന് പറയുന്ന കാർഡാണ്. സോ ന്യൂ ബിഗിനിങ്സ് നിങ്ങൾക്ക് ഈ ടൈം എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണായിട്ട് സക്സസ് ആയിട്ടൊരു ജേർണി നിങ്ങളുടെ ലൈഫിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങിനകത്തുള്ളത്. ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് അല്ല, നിങ്ങളുടെ സിറ്റുവേഷനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വീഡിയോസ് കാണാം, വേറെ ടാരോ റീഡേഴ്സിൻ്റെ വീഡിയോസ് കാണാം. അതേപോലെ എൻ്റെ അടുത്ത് നിന്ന് റീഡിങ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ ലൈവ് റീഡിങ് ചെയ്യുന്നുണ്ട്. അതായത് ലൈവ് റീഡിങ് ഫ്രീ റീഡിംഗ് ആണ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് റീഡിംഗ് അല്ല. ലൈവ് റീഡിങ് ഫ്രീ റീഡിംഗ് ആണ് ചെയ്യുന്നത്. സോ റീഡിങ്ങിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ എനേബിൾ ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈവ് റീഡിങ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് വരത്തുള്ളൂ. സോ നമ്മൾ എന്നും ലൈവ് റീഡിങ് നമ്മളിവിടെ ഡെയിലി ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ലൈവ് റീഡിങ്ങിന് വന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കാം. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ റീഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഒരുപാട് ലൈവ് റീഡിങ്ങിന് വരുന്നുണ്ട്. അതേപോലെ ലൈവ് റീഡിങ് നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവുന്നെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ലൈവ് റീഡിങ്ങിന് ഫ്രീ ആയിട്ട് റീഡിംഗ് ആണ്. ഷോർട്ട് റീഡിംഗ് ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ ഡീറ്റെയിൽ റീഡിംഗ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഡീറ്റെയിൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് റീഡിംഗ് എടുക്കേണ്ടതാണ്. ലൈവ് റീഡിംഗ് ഷോർട്ടായിട്ട് റീഡിംഗ് ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. സോ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു. ഓക്കെ, ബൈ.